വെൽക്കം ബാക്ക് ടു Onevestor. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാനൊരു മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഞാൻ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോക്ക് ടിപ്സോ അല്ലെങ്കിൽ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസോ പ്രൊവൈഡ് ചെയ്യത്തില്ലെന്ന്. കാരണം മറ്റൊന്നുമല്ല, ഈ ലോകത്ത് ആരും സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പേർട്ട് അല്ല. അതിപ്പോൾ നിങ്ങൾ ആരായാലും ശരി, വാരൻ ബഫറ്റ് ആയാലും ശരി, ജുൻജുൻവാല ആയാലും ശരി. ആ മാനിഫെസ്റ്റോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെന്തായാലും കാണുക. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അഥവാ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ഞാൻ എന്തുകൊണ്ട് അത് തരില്ല എന്നാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡേ ട്രേഡറോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രേഡറോ വാല്യൂ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ഫണ്ട് മാനേജറോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സെബി അഡ്വൈസറോ അല്ല. ഇനിയിപ്പം ആണെങ്കിൽ തന്നെയും ഞാൻ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. അത് എന്തുകൊണ്ടാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ് യൂസ് ചെയ്ത് ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. സപ്പോസ് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഇപ്പം ലാൻഡിന് വാല്യൂ ഇല്ലെന്നേ വെച്ചു. അതായത് ഇപ്പം നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു റിമോട്ട് ഏരിയയിൽ. ആ പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കാൻ നോക്കിയിട്ട് ആർക്കും വേണ്ട എന്ന് വെച്ചാൽ അത് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടും ബ്രോക്കറിനെ കോൺടാക്ട് ചെയ്തിട്ടും ആ ലാൻഡ് ആരും വാങ്ങിക്കുന്നില്ല. കാരണം അവിടെ ഡിമാൻഡ് ഇല്ല, അതിനടുത്ത് നല്ല ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് തന്നെ ആരും അത് വാങ്ങിക്കുന്നില്ല. ഇനി സപ്പോസ് ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലോട്ടിനടുത്ത് ഒരു എയർപോർട്ട് വരാൻ പോകുകയാണെന്നുള്ളത്. അതിപ്പം എയർപോർട്ട് വരണമെന്നില്ല, അങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ തന്നെ മതി ആ ലാൻഡിൻ്റെ വാല്യൂ കുത്തനെ കയറും. അതുപോലെ തന്നെയാണ് സ്റ്റോക്സിൻ്റെയും കാര്യം. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ വിൽക്കാനിരുന്ന ലാൻഡ് ഇപ്പം ഞാൻ കണ്ടിരുന്നു എന്ന് വെച്ചു. സോ ഞാൻ വന്ന് കാണുമ്പോഴും അവിടെ ഒന്നും കാണുന്നില്ല. അപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് പറയുക ഈ ലാൻഡിന് ഒരു വാല്യൂ ഇല്ല, ഇവിടെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കുകയാണെന്ന് വെച്ചു. സോ ഞാൻ ചിലപ്പോൾ അത് മേടിക്കത്തില്ലായിരിക്കും. സോ അത് കഴിഞ്ഞ് പിന്നെ ആയിരിക്കും ഈ എയർപോർട്ടിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. ആ ഫ്രണ്ട് ആ സമയത്ത് എന്നെ ഉപദേശിച്ചെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഉപദേശം തന്നെയാണ്. കാര്യം ആ ലാൻഡിന് വാല്യൂ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ആ ഫ്രണ്ടിന് തന്നെ അറിയത്തില്ല അവിടെ ഒരു എയർപോർട്ട് വരാൻ പോവാണെന്ന്. സോ അത് കഴിഞ്ഞിട്ടാണ് ആ ന്യൂസ് വരുന്നത്. അതിൽ പോട്ടെ, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും, കുറേ മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ ന്യൂസ് വരുന്നത് അവിടെ ഒരു എയർപോർട്ട് വരാൻ പോകണമെന്നത്. സോ ആ ഫ്രണ്ടിനെ എനിക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല, കാരണം ആ ഫ്രണ്ടിനെ നല്ല കറക്റ്റ് അഡ്വൈസ് തന്നെയാണ് എനിക്ക് തന്നത്. അതുപോലെ തന്നെയാണ് ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെയും കാര്യം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും GP അസോസിയേറ്റ് എന്ന് പറയുന്നത് ഏർലി 2000 10 രൂപ താഴെ ഉള്ളായിരുന്നു. അവർക്കൊരു മെഗാ പ്രോജക്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് ആ 10 രൂപയിൽ നിന്ന് ആ സ്റ്റോക്ക് 500 രൂപ പ്ലസിലോട്ടാണ് പോയത്, അതും 5 വർഷത്തിനുള്ളിൽ തന്നെ. അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം 2008 ക്രാഷിൽ ഈ സ്റ്റോക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്തതും ഇപ്പം 10 രൂപ താഴെ അത് ട്രേഡ് ചെയ്യുന്നതും. ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ GP അസോസിയേറ്റ് എന്ന് പറയുന്നത് ഈ മെഗാ പ്രോജക്റ്റ് കിട്ടുന്നതിന് മുമ്പേ അതൊരു സിമെൻറ്റ് കമ്പനി ആയിരുന്നു പ്രൈമറിലി. സോ ഈ പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റിയൽ എസ്റ്റേറ്റ് വാല്യൂവും കയറി, അതുപോലെ കൺസ്ട്രക്ഷൻ്റെ ബിസിനസ്സും കയറി. സോ അതുകൊണ്ടാണ് ആ സ്റ്റോക്ക് 10 രൂപയിൽ നിന്ന് 500 എത്തിയത്. പക്ഷേ 2008 ക്രൈസിസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഡെറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലല്ല എത്തിയത്. അവരുടെ ബിസിനസ് അപ്പം അതുപോലെ കയറിയതുമില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റോക്ക് പിന്നെ വീണ്ടും 500 നിന്ന് തിരിച്ച് 10 രൂപയ്ക്ക് താഴെയിലോട്ട് എത്തിയത്. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് യൂണിറ്റെക് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് വോക്കാർഡ് എന്ന് പറയുന്നത്. വോക്കാർഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ഒരു സ്റ്റോക്കാണ്. അവരുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 67 റുപ്പീസിൽ നിന്ന് 2000 റുപ്പീസിലോട്ടാണ് പോയത്. സോ അവിടെ അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സിന് ഒരു ടേൺ അറൗണ്ട് വന്നപ്പോഴത്തേക്കാണ്. സോ അത് കഴിഞ്ഞിട്ട് ഫാർമ കമ്പനീസ് എല്ലാം കറക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ വോക്കാർഡ് ഇപ്പം 2000 നിന്ന് അറൗണ്ട് 300-400 റേഞ്ചിലോട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതുപോലെ ഷോർട്ട് ടേമിൽ നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തൊരു സ്റ്റോക്കാണ് ടെക് മഹീന്ദ്ര എന്ന് പറയുന്നത്. ടെക് മഹീന്ദ്രയുടെ IPO എന്ന് പറഞ്ഞാൽ മിഡ് 2000 ഇറങ്ങിയത്. സോ അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർക്കൊരു മെഗാ പ്രോജക്റ്റ് കിട്ടിയത്. ടെക് മഹീന്ദ്രയുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ടെലികോം സെക്ടറിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ടെലികോം സെക്ടറിൽ നിന്ന് തന്നെയായിരുന്നു. സോ അവരുടെ IPO ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് UK നിന്നൊരു വലിയ കോൺട്രാക്റ്റ് കിട്ടിയത്, $1 ബില്യൺ കോൺട്രാക്റ്റ് കിട്ടുന്നത്. സോ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്റ്റോക്ക് റീറേറ്റ് ചെയ്തു. ഏകദേശം 5 ഇരട്ടിയോ 4 ഇരട്ടിയോ കണ്ട് പെട്ടെന്നായിരുന്നു ആ സ്റ്റോക്ക് കയറിയത്. പക്ഷേ ഞാൻ അതിന് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾസ് പോലെ വോക്കാർഡ് പോലെയോ GP അസോസിയേറ്റ് പോലെയോ ഈ സ്റ്റോക്ക് തിരിച്ച് ഇപ്പം അതുപോലെ താഴോട്ട് വന്നിട്ടില്ല. അതിൻ്റെ റീസണും മറ്റൊന്നുമല്ല, അതിന് ഡെറ്റ് ഫ്രീ കമ്പനി ആയിരുന്നു ടെക് മഹീന്ദ്ര എന്ന് പറയുന്നത്. ബിസിനസ് എന്നിട്ടും വളരുന്നുണ്ടായിരുന്നു. ബിസിനസ്സിൻ്റെ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, അവരുടെ പ്രോഫിറ്റ് ചിലപ്പം സ്വിങ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ബിസിനസ് ഒരിക്കലും നെഗറ്റീവിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് തിരിച്ച് ഓൾ ടൈം ലോയിലോട്ടോ താഴോട്ടോ പോയിട്ടില്ല. നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീണ്ടും തിരിച്ച് കയറുന്നുണ്ട് IT കയറുമ്പോഴത്തേക്ക്. ഈ സ്റ്റോക്കൊക്കെ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ കാര്യം, ഈ സ്റ്റോക്കൊക്കെ തന്നെയും കയറിയതും താന്നതും എല്ലാം ഒരു റീസൺ കാരണമാണ്. ആ റീസൺ എന്ന് പറഞ്ഞാൽ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കും പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ല കമ്പനീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്കമിംഗ് വീഡിയോസിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.